Hi viewers, welcome back to my channel. ഇന്നൊരു ഹെപ്പ് ബെൽറ്റിന്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള അത്ര നീളത്തിൽ നമുക്ക് എടുക്കാം. ഞാനൊരു 18 ഇഞ്ച് നീളമാണ് എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം മടക്കി കൊടുക്കുകയാണ്. 1 ഇഞ്ച് വീതിയിലുള്ളൊരു ബെൽറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ബാക്കിൽ നമ്മൾ കയർ വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹുക്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, ഇലാസ്റ്റിക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 1 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ കയറിന് വേണ്ടിയിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ കയർ നമ്മൾ ഇതിൻ്റെ ക്ലോത്തിൻ്റെ രണ്ടറ്റത്തായും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ബെൽറ്റ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയൊരു ബെൽറ്റാണിത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഫ്രണ്ടിലെ പീസിന് നമ്മളൊന്ന് കോണാകൃതിയിൽ 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മളിതിൻ്റെ കയർ ഫിക്സ് ചെയ്യുന്നത്. നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ആദ്യം തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ നല്ല ഭാഗത്ത് തന്നെ ഈ കയറും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മളിത് ക്രോസിൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോണിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ കയറ് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് മുഴുവനായിട്ട് തയ്ച്ച് കൊടുക്കാൻ പോവാണ്. അറ്റം വരെ തയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് നിർത്തി വെക്കണം. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കയറ് മറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോണ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസിൽ ഇത് തയ്ച്ച് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ അറ്റവും കൂടെ ഇതുപോലെ നമ്മൾ കയറ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് പ്രസ്സിങ് സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മറിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഭാഗം ചീത്ത ഭാഗത്തേക്ക്, നല്ല ഭാഗത്തേക്ക് നമ്മൾ കയറ് വെച്ചതിന് ശേഷം ചീത്ത ഭാഗത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ കയറ് മറിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് ഇത് ക്ലിയറായിട്ട് വരുള്ളൂ. അപ്പോൾ 2 ഭാഗത്തെ കയറും ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറിച്ചതിന് ശേഷം നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അയൺ ചെയ്താൽ നന്നായിരിക്കും, സ്റ്റിച്ച് ചെയ്യാനൊരു എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2 അറ്റവും പ്രസ്സിങ് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബെൽറ്റിൽ ചെറിയ ഫ്ലവർ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങാൻ കിട്ടും. ചെറിയൊരു പാക്കിന് 5 രൂപ വരെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ റെഡ് കയറാണ് ഫിക്സ് ചെയ്തത്, അതുകൊണ്ട് ഇതിലേക്ക് റെഡ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ ഫ്ലവറും നമുക്ക് ആവശ്യമുള്ള അകലത്തിൽ 1 ഇഞ്ച് അകലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓരോ ഫ്ലവറും തമ്മിൽ 1 ഇഞ്ച് 3/4 ഇഞ്ച് വരെ വെക്കാം. അപ്പോൾ അങ്ങനെ ഇത് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ ഗ്ലൂ വെച്ച് ഓരോ ഫ്ലോറും നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. സാധാ ഡോറി തയ്ക്കുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ കയറിൻ്റെ 2 അറ്റത്തും ഓരോ വെല്ല് മോഡൽ തയ്ച്ച് കൊടുക്കാം. പീസ് ക്ലോത്ത് എടുത്തതിന് ശേഷം 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുള്ളൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം നല്ല ഭാഗത്തിലേക്ക് കയറ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ല ഭാഗം തിരിച്ചിങ്ങോട്ടും മടക്കി കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശവും പുറംവശവും ഒക്കെ നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു ബെല്ലിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് ബെൽറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.